ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു നമ്മൾ പറയാൻ പോകുന്ന കഥ ഒരു കുട്ടി ഡ്രാഗണിന്റെ വലിയ സ്വപ്നത്തെ കുറിച്ചാണ്. കഠിനാധ്വാനവും നല്ല സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ എത്ര വലിയ സ്വപ്നവും നേടിയെടുക്കാമെന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. പണ്ടൊരിടത്ത് മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾക്ക് മുകളിൽ ഒരു കുഞ്ഞു ഡ്രാഗൺ ഉണ്ടായിരുന്നു. അവന്റെ പേരെന്താണെന്നറിയാമോ? ഡ്രാക്കു. എല്ലാവരോടും സ്നേഹവും ദയയുമുള്ളവനായിരുന്നു അവൻ. ക്രിസ്മസ് സമയത്ത് അവൻ കൂടുതൽ സന്തോഷവാനായിരുന്നു. എന്താണെന്നറിയാമോ? മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും കൊതിയൂറുന്ന ക്രിസ്മസ് വിഭവങ്ങളും കാണുമ്പോൾ അവന്റെ മനസ്സ് നിറയും. എന്നാലും അവനൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. എല്ലാ ക്രിസ്മസ് രാത്രിയിലും അവൻ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് നോക്കി ചിന്തിക്കും. മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ മലകൾക്ക് മുകളിലൂടെ എന്നാണ് എനിക്ക് പറക്കാനാവുക? എന്നാൽ അവന്റെ ആഗ്രഹം ഒരിക്കലും നടന്നില്ല. കാരണം അവന്റെ ശരീരം ഭാരമുള്ളതും വലുതുമായിരുന്നു. എത്ര പറക്കാൻ ശ്രമിച്ചാലും പാവം അവൻ നിലത്ത് വീണുപോകും. അവസാനം ഈ ആഗ്രഹം അവന്റെ ഉറ്റ സുഹൃത്തായ ഒലിവറിനോട് പങ്കുവച്ചു. ഒലിവർ ആരാണെന്നറിയുമോ? ബുദ്ധിശാലിയായ ഒരു മൂങ്ങ. ഡ്രാക്കു അവനോട് ചോദിച്ചു, എന്റെ ഈ സ്വപ്നം എങ്ങനെ സാധ്യമാകാനാ? എനിക്കൊരു വഴി പറഞ്ഞു തരാമോ? ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒലിവർ ആലോചനയിൽ മുഴുകി. കുറച്ചു സമയത്തിന് ശേഷം അവൻ പറഞ്ഞു, നമുക്കൊരു മാന്ത്രിക ശ്ലൈ ഉണ്ടാക്കിയാലോ? നിന്നെയും കൊണ്ട് അത് ആകാശത്തിലൂടെ പറക്കും. ഡ്രാക്കുവിന്റെ കണ്ണുകൾ വിടർന്നു. മാന്ത്രിക ശ്ലയം അതെങ്ങനെ ഉണ്ടാക്കും? ഒട്ടും സമയം കളയാതെ അവർ പണി തുടങ്ങി. മരത്തിന്റെ ശിഖരങ്ങളും ഐസൈക്കിളും ഒക്കെ കൂട്ടിച്ചേർത്ത് തിരക്കിട്ട പണി തുടർന്നു. കഠിനമായ പ്രയത്നത്തിന്റെ അവസാനം ഗംഭീരമായ ഒരു മാന്ത്രിക ശ്ലൈ അവർ ഉണ്ടാക്കി. അങ്ങനെ ആ ക്രിസ്മസ് ദിവസം വന്നെത്തി. ഡ്രാക്കുവും ഒലിവറും കൂടി മാന്ത്രിക ശ്ലൈയിൽ കയറി. അവരെയും കൊണ്ട് ആ മാന്ത്രിക ശ്ലൈ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിലേക്ക് പറന്നുയർന്നു. വനത്തിനു മുകളിലൂടെ പറക്കുമ്പോൾ താഴെ ക്രിസ്മസ് ആഘോഷിക്കുന്ന മൃഗങ്ങളെ കണ്ടു. പറന്ന് പറന്ന് ഗ്രാമത്തിന് മുകളിലെത്തി. അവിടെ മിന്നുന്ന വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച ഒരുപാട് വീടുകൾ കണ്ടു. അങ്ങനെ അവന്റെ സ്വപ്നം സഫലമായി. അവൻ ഒരുപാട് സന്തോഷമായി. കൃതജ്ഞതയോടെ അവൻ ഒലിവറിനെ നോക്കി. തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഒലിവറിനും ഏറെ അഭിമാനം തോന്നി. തിരിച്ചവർ താഴ്വാരത്തിലെത്തി. ഒലിവറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡ്രാക്കു പറഞ്ഞു, എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ചതിന് നന്ദിയുണ്ട് പ്രിയ കൂട്ടുകാരാ. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? ഒരു സ്വപ്നവും അസാധ്യമല്ല. കഠിനാധ്വാനവും ഉറ്റ സുഹൃത്തുക്കളുടെ സഹായവും ഉണ്ടെങ്കിൽ അസാധ്യമായത് എന്തും സാധ്യമാവും. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.